ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആക്ച്വലി ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പലപ്പോഴും മേക്കപ്പ് എന്താണെന്നുള്ളത് അറിയില്ല. അത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഏത് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം, മേക്കപ്പ് ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതൊന്നും പ്രോപ്പറായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേര് എല്ലാവർക്കും അറിയാം മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷനാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതുപോലെ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് സ്കിൻ ടൈപ്പിനൊന്നും തന്നെ അറിയുന്നില്ല, പ്രൊഡക്റ്റ് അറിയുന്നില്ല. സ്കിൻ ഒരുപാട് പേരുടെ ഡാമേജ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഡെയിലി ബേസിൽ മേക്കപ്പ് എന്നുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു മേക്കപ്പിൻ്റെ പ്രൊസീജിയർ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം നമുക്കറിയാം ഇപ്പോൾ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ എല്ലാവരും തന്നെ മേക്കപ്പ് ചെയ്യണം, നമുക്ക് സ്വന്തമായിട്ട് ഒരുങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയുന്നില്ല. ആക്ച്വലി ഞാൻ മേക്കപ്പിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേറെയും വരുന്നുണ്ട്. ഞാൻ ഇന്നെന്ന് വെച്ചാൽ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രൊഡക്റ്റ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ മുഴുവനും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് മേക്കപ്പ് എന്ന് വെച്ചാൽ എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ആക്ച്വലി നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ മിക്ക ആൾക്കാരും പറയാറുണ്ട് അതൊരു കോൺഫിഡൻസ് ആണെന്നുള്ളത്, അല്ലേ? മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണ് എന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസ് തന്നെയാണ്. പക്ഷേ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരു മേക്കപ്പ് ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു മേക്കപ്പ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു 2 days, അതായത് ഒരു ഹെവി ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മേക്കപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ടാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അൺഈവൺ ആയിട്ടുള്ള ആ ഒരു സ്കിൻ ടോണിയൊക്കെ ഒന്ന് മാറ്റി ആ ടാനൊക്കെ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യുക. ഒരു വീട്ടിൽ തന്നെ നിങ്ങൾക്കൊരു ഡിറ്റാൻ്റെ പാക്ക് ഇട്ടാലും മതിയാവും. ടാൻ വെച്ചുകൊണ്ട് നമുക്ക് എത്ര ചെയ്താലും നമുക്ക് ആ ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടില്ല. മേക്കപ്പ്, അതായത് ഞാൻ പറയുന്നത് നിങ്ങളൊരു ഫാമിലിയിലൊരു കല്യാണം വരികയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ സ്വന്തമായിട്ട് ഒരുങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ടാനൊക്കെ ഉള്ളവരാണെങ്കിൽ ടാൻ ഫസ്റ്റ് ഓഫ് ഓൾ അതൊക്കെ ഒരു 2 days ബിഫോർ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മളൊരു മേക്കപ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്കിൻ പ്രപ്പിങ്ങിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്താണ് പ്രപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്നിനെ റെഡിയാക്കുക. അതായത് നമ്മളൊരു കെമിക്കലാണല്ലോ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ, കെമിക്കൽ പ്രൊസീജിയറാണ് മേക്കപ്പ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഒരു കെമിക്കൽ പ്രൊസീജിയറാണ്. സോ അതിന് മുമ്പായിട്ട് നമ്മൾ സ്കിൻ അതിന് റെഡി ആവണം. നമ്മൾ ഡയറക്റ്റ് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല, ഡയറക്റ്റ് നമ്മൾ സ്കിന്നിലേക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മളുടെ സ്കിൻ ഒന്ന് റെഡിയായി വരണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്കിൻ നല്ലതുപോലെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ ചുമ്മാ ഒരു ഫേസ് വാഷ് എടുത്ത് വാഷ് ചെയ്തു, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തു, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് ടോൺ ചെയ്യണം. നമ്മളുടെ CTM എന്നുള്ള പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം എടുക്കുക. ടോണർ യൂസ് ചെയ്ത് ടോൺ ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ 3ഉം ചെയ്യാതെ ഒരു കാരണവശാലും മേക്കപ്പ് നമ്മൾ ചെയ്യാനേ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ, ഇത് 3ഉം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ കുറച്ച് ഹെവി ആയിട്ടാണ് നിങ്ങൾ മറ്റ് ഫൗണ്ടേഷൻസ് ഒക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രൈമർ നിർബന്ധമായിട്ടും പ്രൈമർ ഇട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതിന് മുമ്പായിട്ട് ചിലവർ സിറമൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ സിറം നമ്മൾ നല്ല ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ സിറം യൂസ് ചെയ്യാം. സിറം യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ മോയ്സ്ചറിന് ബിഫോർ നമ്മൾ ചെയ്യുക. അതേ ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പ്രൈമർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിന്നിലേക്ക് ഒരു ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. അതായത് നമ്മൾ കെമിക്കലിൽ നിന്ന് നമ്മൾ ആ ഫൗണ്ടേഷൻ്റെ ആ ഒരു ഇതെന്നൊക്കെ നമ്മൾ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ കൊടുക്കുന്ന മേക്കപ്പിന് നല്ല ഫിനിഷിങ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ എന്തൊക്കെയാണ് കറക്ഷൻസ് എന്നുള്ളത് നോക്കുക. കറക്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ മിക്ക ആൾക്കാരും അറിയാം, കണ്ണിൻ്റെ ചുറ്റും കാണുന്ന ഒരു കറുത്ത വലയും അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ്, കണ്ണിൻ്റെ അടിയിൽ കാണുന്ന ഒരു ഡാർക്ക്നെസ് ഉണ്ടാവും. അതുപോലെ നമുക്ക് ഈ നോസിൻ്റെ ഈ സൈഡ്, അതുപോലെ തന്നെ ലിപ്പിൻ്റെ ചുറ്റും കാണുന്ന
ആ ഒരു അൺഈവൺ ഇതൊക്കെയാണുള്ളത് നമുക്ക് കൂടുതലായിട്ട് കാണും. അപ്പോൾ അതിനെയൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. ഇനി അതല്ല, ഇനി പിമ്പിൾസ് വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഫേസിലുള്ള കറക്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രൈമർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കറക്ഷൻസിനെ ഒന്ന് ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കറക്ഷൻസിനെ ഹൈഡ് ചെയ്യാൻ നമ്മൾ എങ്ങനെ ഹൈഡ് ചെയ്യണം? നമുക്കൊരു കൺസീലർ ആവശ്യമാണ്. അപ്പോൾ കൺസീലറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് കറക്ഷൻസിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെ നമ്മൾ കറക്ഷൻ ഹൈഡ് ചെയ്യാൻ ഏത് കൺസീലർ യൂസ് ചെയ്യണം, എങ്ങനെയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്? കറക്ഷൻസിനെ ഹൈഡ് ചെയ്യാൻ നമ്മൾ കൺസീലർ എടുക്കുമ്പോൾ നമ്മൾ സ്കിൻ ടോണിനേക്കാളും താഴെ ഷെയ്ഡിൽ വരുന്ന, ഞാൻ 1-2 പ്രൊഡക്റ്റുകൾ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തൊക്കെയാണ് നമുക്ക് മേക്കപ്പിൽ ബേസിക് ആയിട്ട് വേണ്ട സംഭവങ്ങൾ ഞാൻ പ്രൊഡക്റ്റ് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞ് ഏതെങ്കിലും ഒരു കൺസീലർ പാലറ്റ് വാങ്ങിക്കുക. ഇതിനകത്ത് നമുക്ക് കുറേ ഷെയ്ഡ്സ് വരുന്നുണ്ട്, കണ്ടോ, യെല്ലോ വരുന്നുണ്ട്, ഗ്രീൻ, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡായിരിക്കും കൺസീൽ ചെയ്യുമ്പോൾ ആവശ്യം വരിക. ഇനി അതല്ല, നമുക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കറക്ഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ, ചെറുതായിട്ട് ഒരു അൺഈവൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡായിരിക്കും നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഒരു കുറച്ച് ഡാർക്കായിട്ടുണ്ട്, ഭയങ്കര ഒരു ടാനൊക്കെ അടിച്ച് ഡാർക്കായിട്ടുണ്ട്, ലിപ്പിൻ്റെ ചുറ്റുമൊക്കെ കാണുന്നത്, അതുപോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് എടുക്കാം. ഇനി അതല്ല, ഭയങ്കര ഒരു ബ്ലാക്ക് മാർക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓറഞ്ച് കറക്റ്ററാണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? കറക്റ്റ് ഒത്തിരി ഡാർക്ക്നെസ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഓറഞ്ച് കറക്റ്റർ എടുക്കുക. റെഡിഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും റെഡ് മാർക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രീൻ കറക്റ്റർ യൂസ് ചെയ്യുക. വൈറ്റ് പാച്ചസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ലാവൻഡറാണ് എടുക്കേണ്ടത്. പർപ്പിൾ, ഇതുപോലത്തെ ഷെയ്ഡ്സ് നമുക്കിതുപോലെ ഒരു എന്താ പറയുക, ഇതുപോലത്തെ നമുക്കൊരു കൺസീലർ പാലറ്റ് കിട്ടും. സോ ഇത് എടുക്കുവാണെങ്കിൽ നമുക്കിതിനകത്ത് എല്ലാ ഷെയ്ഡും ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും നമുക്ക് യൂസ് ആവുന്നത് ഇത് 2 ഷെയ്ഡുമാണ്. ഇത് രണ്ടുമാണ് നമുക്ക് എപ്പോഴും എടുക്കേണ്ടി വരുന്നത്, ഈ 2 ഷെയ്ഡ്. അപ്പോൾ ഈ 2 ഷെയ്ഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് ഡീപ്പറായിട്ടുള്ള, അതായത് സാധാരണ ഇതിൽ നിന്നും കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് തോന്നുമല്ലോ ഡാർക്ക്നെസ്, അവർക്ക് നമുക്ക് ഇതായിരിക്കും കറക്റ്റായിട്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് ലൈറ്റാണ് കറക്ഷൻ എങ്കിൽ കുറച്ച്, അതായത് ചെറുതായിട്ടൊരു കറക്ഷൻ മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് എടുക്കാം. എന്നിട്ട് ഇതിന് മേളിൽ വേണം നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരുന്നത്, ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് കറക്ഷൻ ആദ്യം ചെയ്തിരിക്കണം, എന്നിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ എടുക്കാനായിട്ട്. ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം നമുക്ക് എന്താ പറയുക, നമ്മളുടെ ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മുടെ ഐ മേക്കപ്പ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം. ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ണിന് മേളിൽ ഭയങ്കര കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസീൽ ചെയ്തിരിക്കണം ഐയുടെ മേളിലും. അത് ഹൈഡ് ചെയ്തിട്ട് വേണം നമ്മളെ മേളിൽ നമുക്ക് എന്താ പറയുക ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ആദ്യം ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഐ മേക്കപ്പിലേക്ക് വരുമ്പോൾ ആദ്യം കൺസീൽ ചെയ്തിട്ട് നിങ്ങളുടെ പാലറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഷെയ്ഡ് എപ്പോഴും എടുക്കുന്ന സമയത്ത് നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ലിപ്പും ഐയും മാക്സിമം ഒരുപോലെ മാച്ച് ചെയ്യുന്ന രീതിയിൽ എടുക്കുക. അല്ലാതെ ലിപ്പ് ഭയങ്കര ഒരു എന്താ പറയുക വേറൊരു കളറ്, ഐക്ക് വേറൊരു കളറ്, അങ്ങനെ എടുക്കരുത്. മാക്സിമം നമുക്ക് ഒരുപോലെ ആയിരിക്കണം. ഞാൻ എന്തായാലും നിങ്ങൾക്കൊരു മേക്കപ്പ് ക്ലാസ് ആയിട്ട് തന്നെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ എല്ലാത്തിനെ കുറിച്ച് ലൈവായിട്ടൊരു ക്ലാസ്സാണ് വെക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഇതുപോലെ യൂട്യൂബിൽ ഇടുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ചിലപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈവായിട്ട് നമുക്കൊരു ക്ലാസ് വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ 2 ലുക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മൾ സാധാരണ ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ പോകുമ്പോൾ ഡെയിലി ബേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്ക്, അതായത് നോ മേക്കപ്പ് ലുക്ക് എന്നും പറയാം. അതായത് ഫൗണ്ടേഷനൊന്നും ഇല്ലാതെ നമുക്ക് ഒരുങ്ങുന്നത്, അതിൻ്റെ ഒരു ലുക്ക്. പ്ലസ് നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ ഐബ്രോ, ഐ മേക്കപ്പ്, എല്ലാ ലിപ്പിൻ്റെ ഷെയ്ഡ് ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നുകൊണ്ടുള്ള ഒരു ലൈവ് ക്ലാസ് വരുന്നുണ്ട് കേട്ടോ, 2 മണിക്കൂറിൻ്റെ. അപ്പോൾ അതിൽ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പറയാം. പക്ഷേ അതിന് മുമ്പായിട്ട് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരുങ്ങുമ്പോൾ തെറ്റായിട്ട് ഒരുങ്ങരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊസീജിയറെല്ലാം പറയുന്നത്. അപ്പോൾ ഐ മേക്കപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫേസിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ലൈറ്റായിട്ട് നമ്മളുടെ ബ്ലഷ് ആൻഡ് ഹൈലൈറ്റ് യൂസ് ചെയ്യുക. ദെൻ കോണ്ടൂർ, ജസ്റ്റ് ഇതുപോലെ ഒരു സ്റ്റിക്കൊക്കെ കിട്ടും. അപ്പോൾ ഈ സ്റ്റിക്കൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ വളരെ ലൈറ്റായിട്ട് അറിയത്ത് പോലുമില്ല, ആ രീതിയിലൊരു കോണ്ടൂർ ചെയ്യാം. ദെൻ ബ്ലഷ് കൊടുക്കുക, ദെൻ ഹൈലൈറ്റ് കൊടുക്കുക. ഇപ്പോൾ ഏത് രീതിയിൽ, ഇപ്പോൾ ബ്ലഷ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കോണ്ടൂർ ചെയ്യണമെങ്കിലും ചെയ്യാം. അല്ല, ഫസ്റ്റ് നിങ്ങൾ കോണ്ടൂറാണ് ചെയ്യുന്നത്. കോണ്ടൂർ മീൻസ് നമ്മളുടെ ഫേസിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുവാണ് കോണ്ടൂർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഷേപ്പ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ്
ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിൽ നിന്ന് ആദ്യം ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വിടും. കാരണം നമ്മുടെ ഫോർഹെഡ് നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ പോയിന്റ് ഉണ്ടാവും, അവിടെ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോർഹെഡിൻ്റെ അവിടെ നമുക്കിങ്ങനെ തൊട്ടം മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഏരിയ ജസ്റ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് മേളിലേക്ക് വിടുക. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് അടുത്ത പോയിന്റ് വരുന്നത്, നമ്മളുടെ ചീക്കിൻ്റെ ഈ ഒരു ഏരിയ. ഇങ്ങനെ ഈ ഒരു ഏരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജോ ലൈൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഇയറിൻ്റെ പോർഷനിൽ ഇവിടെ നിന്ന് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയും പോർഷൻ നമുക്ക് കട്ടായി പോയിക്കോളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പർ ഷേപ്പ് കിട്ടും. ഓക്കെ, അത് താഴേക്ക് ബ്ലെൻഡ് ചെയ്ത് വിടുക. ഇവിടെ നമ്മൾ മേളിലേക്ക് കൊടുക്കും, ഇങ്ങനെ മേളിലേക്കായിരിക്കണം. അതുപോലെ ഫോർഹെഡ് മേളിലേക്കായിരിക്കണം കേട്ടോ, ഇങ്ങനെ ആയിരിക്കണം. ഇത് ഇങ്ങനെ ചെവിയുടെ ഭാഗത്ത് ഇങ്ങോട്ട് വേണം പോകാൻ. ഒരിക്കലും നമ്മൾ കോണ്ടൂർ ചെയ്യുമ്പോൾ ഇങ്ങനെ മേളിലേക്കോ അടിയിലേക്കോ പോകരുത്. ജസ്റ്റ് ഇതുപോലെ ആയിരിക്കും. പിന്നെ നമുക്ക് താഴെ ഇതുപോലെ ചെയ്യാം. then അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോമ്പാക്റ്റ് ഓർ ലൂസ് പൗഡർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്പ് ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസീൽ ചെയ്ത് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ലിപ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് 2 രീതിയിൽ ഷെയ്ഡ് കൊടുക്കുന്നതിന് കുറച്ചും കൂടി നമ്മൾ ഔട്ടർ ലൈൻ ആദ്യം കൊടുക്കുക, കുറച്ച് ഡീപ്പായിട്ട്. അതിനേക്കാളും കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കണം നമ്മൾ ഉള്ളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറേ സമയം ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫിക്സിങ് സ്പ്രേ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഫിക്സിങ് സ്പ്രേ കൊടുക്കണം നിർബന്ധമില്ല. നമ്മൾ അതിന് ഇപ്പോൾ പൗഡർ നമ്മൾ ഒരുപാട് കോട്ടിംഗ് ഒക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒത്തിരി ലെയേഴ്സ് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ആവശ്യം വരിക. നമ്മൾ അത്രയും ലെയേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ബട്ട് എന്നാൽ പോലും നിങ്ങൾ രാവിലെ പോയിട്ട് കുറേ സമയം നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ വൈകിട്ട് വരെ നിൽക്കുകയൊക്കെയാണ്, നമുക്ക് കുറേ സമയം ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫിക്സറും കൂടി യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു പ്രൊസീജിയർ വൈസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്, അതുകൊണ്ട് ഞാൻ കാരണം എന്നോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, മാം ക്ലാസ് വെക്കണം എന്നുള്ളത്. മുമ്പൊക്കെ നമ്മളെപ്പോഴും ക്ലാസ് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ലൈവ് ക്ലാസ് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ലൈവ് മീൻസ് നമ്മൾക്ക് ഇതുപോലെ ആയിരിക്കില്ല, നമുക്ക് ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ ഡയറക്റ്റ് നേരിട്ട് 1-to-1 സെഷൻ പോലെയൊക്കെ ഇരുന്ന് ചെയ്ത് നമ്മൾ കാണിച്ചു തരും. അപ്പോൾ അത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ലിങ്കൊക്കെ തരും. അപ്പോൾ അതിലേക്ക് ജോയിൻ ആവാൻ, ഡേറ്റ്, കാര്യങ്ങൾ, എപ്പോഴാണ് സമയം എന്നുള്ള ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ പറയും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ. കാരണം ഓണമൊക്കെയാണ്, എല്ലാവർക്കും ഒരുങ്ങണം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ചെയ്യുക. കാരണം പ്രൊസീജിയർ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു രീതിയിൽ മാക്സിമം എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ വേണം കേട്ടോ. അപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.